الحمد لله الذي خلق الموت والحياة ليبلوهم أيهم أحسن عملا. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله. يا أيها الذين آمنوا اتقوا الله وذروا ما بقي من الربا إن كنتم مؤمنين. فإن لم تفعلوا فأذنوا بحرب من الله ورسوله. وإن تبتم فلكم رؤوس أموالكم لا تظلمون ولا تظلمون. صدق الله العلي العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും എന്നോടെന്ന പോലെ നിങ്ങളോടും വളരെ കണിശമായി ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. ലോക സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആധുനിക സാമ്പ്രദായിക സാമ്പത്തിക പദ്ധതികൾക്ക് ബദലായി ലോകത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന സാമ്പത്തിക പദ്ധതികൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള ചർച്ച ബുദ്ധിയുള്ളവർക്കിടയിൽ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സമ്പദ്ഘടന, സാമ്പത്തിക മൂല്യങ്ങൾ, അത് ഇസ്ലാമിൻ്റേതാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ചർച്ചയിൽ ഇസ്ലാം മാത്രമല്ല സ്വാഭാവികമായും രംഗത്തുള്ളത്. കമ്മ്യൂണിസമുണ്ട്, ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക സംവിധാനങ്ങളുണ്ട്, ഗാന്ധിസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക ശാസ്ത്രമുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത സാമ്പത്തിക ശാസ്ത്രങ്ങൾ ഇന്ത്യയിലും ലോകത്തുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഈ സന്ദർഭത്തിൽ ഇസ്ലാമിക സാമ്പത്തിക ഘടനയുടെ സവിശേഷതകളെക്കുറിച്ച് അല്പം മനസ്സിലാക്കുകയും ആ സവിശേഷതകൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതായെങ്കിലും വിശദീകരിച്ചു കൊടുക്കാനുള്ള ശേഷി ആർജിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും, വിശേഷിച്ച് ഒരു ഇസ്ലാമിക പ്രബോധനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് ലോകത്ത് പൊതുവെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന അഭിപ്രായം ഇസ്ലാമിക സമ്പദ്ഘടനയാണ് കൂടുതൽ ഈടുറ്റ സമ്പദ്ഘടന എന്നാണ്. ഇസ്ലാമിക സാമ്പത്തിക പ്രവർത്തനമാണ് കൂടുതൽ മാനവികമായിട്ടുള്ള സാമ്പത്തിക പ്രവർത്തനം എന്നാണ്. ഇസ്ലാമിക ബാങ്കിംഗ് സമ്പ്രദായമാണ് ആധുനിക സാമ്പ്രദായിക ബാങ്കിംഗ് സംവിധാനത്തെക്കാൾ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ ഉതകുന്നത്, പുരോഗതിക്ക് ഉതകുന്നത് എന്നുള്ളതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നിരീക്ഷണം.
ഈ നിരീക്ഷണം മുസ്ലിങ്ങൾ മാത്രം അവതരിപ്പിക്കുന്ന ഒരു നിരീക്ഷണമല്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സമ്പദ് ശാസ്ത്രജ്ഞരും ഈ വഴിയിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അടുത്തൊരു റിപ്പോർട്ട് വന്നത് വത്തിക്കാനിൽ നിന്ന് പോപ്പ് തന്നെ സാമ്പത്തിക മാന്ദ്യത്തെ നേരിടുവാൻ ഇസ്ലാമിക സാമ്പത്തിക സംവിധാനങ്ങളും മൂല്യങ്ങളും സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അതുകൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ അത്രയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഗതി ഇന്ന് ലോകത്തുണ്ട്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കണം, എന്താണ് ഇസ്ലാമിക സാമ്പത്തിക സംവിധാനത്തെ ഈടുറ്റതാക്കി മാറ്റുന്നത്? എന്താണ് ഇസ്ലാമികമായ സാമ്പത്തിക പ്രവർത്തനത്തെ കൂടുതൽ മാനവികവും മാനുഷിക മൂല്യങ്ങളുള്ളതുമാക്കി തീർക്കുന്നത്? എന്താണ് ഇസ്ലാമിക ബാങ്കിംഗ് സംവിധാനത്തെ വളർച്ചാ നിരക്ക് വർദ്ധിപ്പിക്കുന്ന സംവിധാനമാക്കി തീർക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് കഴിഞ്ഞ 2 ഖുതുബയിൽ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുള്ള അടിസ്ഥാന വീക്ഷണങ്ങൾ പ്രസക്തമായി തീരുന്നത്. ആ അടിസ്ഥാന വീക്ഷണങ്ങൾ 2 ഖുതുബയിൽ വിശദീകരിച്ചത് ഇങ്ങനെ നമുക്ക് ചുരുക്കി പറയാം. ഒന്ന്, സമ്പത്ത് ഭൗതിക ജീവിതത്തിന്റെ നിദാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളതാണ്. സമ്പത്ത് നന്മയാണ്. അതുണ്ടാക്കിയെടുക്കുക എന്നതും അത് ശരിയാം വണ്ണം ചെലവഴിക്കുക എന്നുള്ളതും സൽക്കർമ്മമാണ്. സമ്പത്തില്ലാത്ത അവസ്ഥയേക്കാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടത് സമ്പത്ത് ഉള്ള അവസ്ഥയെയാണ്. എന്നാൽ സമ്പത്തിനോടുള്ള അമിതമായ സ്നേഹം അള്ളാഹുവിനോടുള്ള ധിക്കാരവും മനുഷ്യരോടുള്ള പുച്ഛവും മനുഷ്യനിൽ വളർത്തുന്നു. സമ്പത്ത് നമ്മുടെ അറിവുകൊണ്ടും യോഗ്യത കൊണ്ടും മാത്രം നമുക്ക് ലഭ്യമാകുന്നതല്ല, മറിച്ച് അവ നമുക്ക് അള്ളാഹു നൽകുന്നതാണ്. ആ സമ്പത്തിൽ അള്ളാഹു നമ്മെ പ്രതിനിധികളാക്കി നിശ്ചയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സമ്പത്ത് നൽകപ്പെടുക എന്നതോ നൽകപ്പെടാതിരിക്കുക എന്നതോ ഒരിക്കലും അള്ളാഹു നമ്മെ ബഹുമാനിക്കുന്നു എന്നതിൻ്റെയോ അപമാനിക്കുന്നു എന്നതിൻ്റെയോ ലക്ഷണമല്ല. സമ്പത്ത് നൽകപ്പെടുന്നതും നൽകപ്പെടാതിരിക്കുന്നതും പരീക്ഷണമാണ്. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സമ്പത്തിനെ സംബന്ധിച്ചുള്ള അടിസ്ഥാന മൂല്യങ്ങൾ. ആധുനിക സാമ്പ്രദായിക സമ്പദ്ഘടനയും ഇസ്ലാമിക സമ്പദ്ഘടനയും തമ്മിലുള്ള ഏറ്റവും മൗലികമായ വ്യത്യാസം ഈ മൂല്യങ്ങളെ അത് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതും ഇസ്ലാം ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതുമാണ്. ഈ മൂല്യങ്ങളെ ഉൾക്കൊള്ളാതിരിക്കുന്നതോടുകൂടി ആധുനിക സാമ്പ്രദായിക സമ്പദ്ഘടനയിൽ പ്രവർത്തിക്കുന്ന ഏതൊരാളെയും നയിച്ചുകൊണ്ടിരിക്കുന്നത് ആർത്തിയായി മാറുന്നു. ഇത് മറ്റൊരാളുടേതാണ് എന്ന ബോധം അയാൾക്കില്ല. സമ്പാദിക്കുന്നതിനെക്കുറിച്ചോ ചെലവഴിക്കുന്നതിനെക്കുറിച്ചോ മറ്റൊരാളുടെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്ന് അയാൾ ചിന്തിക്കുന്നില്ല. ഒരു പരലോകമുണ്ട് എന്നും അയാൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന സമ്പത്ത് ആർത്തിയോടുകൂടി വാരി വലിച്ചുണ്ടാക്കുവാനായിരിക്കും അയാൾ ശ്രമിക്കുക. ഈ ആർത്തിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള സമ്പദ്ഘടനയുടെ മാന്ദ്യത്തിന് കാരണം എന്ന് പൊതുവെ എല്ലാവരും വിലയിരുത്തിയിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയും മറ്റേ സാമ്പത്തിക വ്യവസ്ഥയും തമ്മിലുള്ള മൗലികമായ വ്യത്യാസം ഈ മൂല്യങ്ങൾ അതിലില്ല എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റുകാർ ആദ്യം തന്നെ അവരുടെ സാമ്പത്തിക ഘടനയിൽ നിന്ന് മൂല്യങ്ങളെ പൂർണ്ണമായും നിരാകരിച്ചു. മൂല്യം അവർക്കൊരു വിഷയമേ അല്ല. അങ്ങനെ വിഷയമല്ലാതെ ആയിത്തീർന്നതാണ് കമ്മ്യൂണിസത്തിന്റെ പരാജയത്തിന്റെ കാരണം എന്ന് പിന്നീട് വിലയിരുത്തപ്പെടുകയും ചെയ്തു. എന്നാൽ മുതലാളിത്തത്തിന് അങ്ങനെ ഒരു വാശി മൂല്യത്തോടില്ല. ഏതെങ്കിലും ഉപദേശികൾ വന്നുകൊണ്ട് ഏതെങ്കിലും പാതിരിമാരോ ഏതെങ്കിലും സ്വാമിമാരോ ഏതെങ്കിലും മുസ്ലിയാമാരോ വന്ന് സമ്പദ്ഘടനയിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും മൂല്യങ്ങൾ ഉപദേശിക്കുന്നതിന് അവർ എതിരല്ല. പക്ഷേ അവരുടെയും സാമ്പത്തിക നിലനിൽപ്പിന്റെ ആധാരങ്ങളിൽ പെടുന്നതല്ല ഈ മൂല്യം എന്ന് പറയുന്നത്. മൂല്യങ്ങളെ നിരാകരിച്ചു എന്നുള്ളതാണ്
രണ്ട് സമ്പദ്ഘടനയുടെയും ഏറ്റവും മൗലികമായ പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും കഴിയണം. രണ്ടാമതായി, ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമായിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെടുത്തി പറയാവുന്ന ഒരു വ്യത്യാസം, ദീനുൽ ഇസ്ലാമിൽ ഉള്ള ഒരു സാധനം മാത്രമേ വാങ്ങാനും വിൽക്കാനും പാടുള്ളൂ എന്നുള്ളതാണ്. ഉള്ള ഒരു സാധനം മാത്രമേ വാങ്ങാൻ പാടുള്ളൂ, ഉള്ള ഒരു സാധനം മാത്രമേ വിൽക്കാൻ പാടുള്ളൂ. എല്ലാ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളും നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ വില നിർണിതമായിരിക്കണം, വാങ്ങുന്ന സാധനവും നിർണിതമായിരിക്കണം എന്ന് മുഴുവൻ ഫഖീഹുമാരും എഴുതി വെച്ചതായി കാണാൻ കഴിയുന്നതാണ്. ഒരിക്കലും ഒരു ഊഹാധിഷ്ഠിതമായി ഉള്ള ഒരു കച്ചവടത്തെയും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നത് തന്നെയാണ് സത്യം. അറബിക്കടലിൽ ഇന്നാലിന്ന ഭാഗത്ത് 2 ചതുരശ്ര കിലോമീറ്റർ അളവിലുള്ള സ്ഥലത്തുള്ള മീൻ ഞാൻ നിങ്ങൾക്ക് വിറ്റു എന്ന് പറയുന്നതിനൊരർത്ഥവുമില്ല. അവിടെ എത്ര മത്സ്യമുണ്ട്, ആ മത്സ്യത്തിൽ എത്ര തനിക്ക് പിടിച്ചെടുക്കാൻ കഴിയും എന്നൊന്നും ഒരു വിവരമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു കച്ചവടം നടത്തുവാൻ പാടില്ല എന്നുള്ളതാണ്. പണ്ഡിതന്മാരായ ആളുകൾ ഊഹക്കച്ചവടത്തിന്റെ ഉദാഹരണം പറഞ്ഞപ്പോൾ ഇതിന് സമാനമായിട്ടുള്ള ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരു മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരാൾ, ഞാൻ ഒരു മുങ്ങലിന് കയ്യിൽ ഒതുക്കുന്ന മത്സ്യം നിങ്ങൾക്ക് വിറ്റിരിക്കുന്നു എന്ന് മുങ്ങുന്നതിന് മുമ്പ് പറയുന്നതിൽ അർത്ഥമില്ല, എന്നിട്ട് കച്ചവടം ഉറപ്പിക്കുന്നതിലും അർത്ഥമില്ല. വിൽക്കപ്പെടുന്ന സാധനം നിയതമായിരിക്കണമെന്നും നിശ്ചിതമായിരിക്കണമെന്നും രണ്ടു കൂട്ടർക്കും അത് സംബന്ധമായി വ്യക്തമായ വിവരമുണ്ടായിരിക്കണമെന്നും ഇസ്ലാമിന്റെ അടിസ്ഥാന നിബന്ധനകളിൽ പെട്ടതാണ്. ആ നിബന്ധന പാലിക്കുന്നില്ല എന്നുള്ളതാണ് ആധുനിക സാമ്പത്തിക ഘടനയുടെ അടിസ്ഥാനം. ആ അടിസ്ഥാനം തന്നെയാണ് അതിപ്പോൾ തകർന്നു പോകാൻ കാരണമായിട്ടുള്ളത് എന്നുകൂടി നാം മനസ്സിലാക്കണം. അതെവിടുന്ന് തുടങ്ങുന്നു എന്നല്ലേ, അത് തുടങ്ങുന്നത് ശരിക്ക് നോട്ട് അടിക്കുന്നിടത്ത് നിന്ന് തന്നെയാണ്. നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് എടുത്ത് പരിശോധിച്ചാൽ അതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ എഴുതിയിരിക്കുന്നു 100 രൂപയുടെ നോട്ടാണെങ്കിൽ അതിൽ എഴുതിയിരിക്കും, ഈ നോട്ട് കയ്യിൽ പിടിക്കുന്ന ആൾക്ക് 100 രൂപയുടെ മൂല്യം കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് എഴുതിയിട്ടുണ്ടാകും. 100 രൂപയുടെ മൂല്യം കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ പഴയ കാലങ്ങളിൽ നോട്ട് അച്ചടിക്കുമ്പോൾ എത്ര നോട്ടാണോ അച്ചടിക്കുന്നത് അത്രയും തുക വരുന്ന കരുതൽ ശേഖരം ഉണ്ടാകുമായിരുന്നു. സ്വർണമായിട്ട് അല്ലെങ്കിൽ മറ്റെങ്കിലും ലോഹമായിട്ട് ഏതെങ്കിലും സ്വഭാവത്തിൽ കരുതൽ ശേഖരം ഉണ്ടാകുമായിരുന്നു. ആ കരുതൽ ശേഖരം എടുത്തു വെച്ചിട്ട് അതിന് സമാനമായിട്ടുള്ള നോട്ടുകളായിരുന്നു അടിച്ചിറക്കിയിരുന്നത്. അപ്പോൾ ഈ പറയുന്നതിനൊരർത്ഥമുണ്ട്. ഈ കടലാസുമായി നിങ്ങൾ എപ്പോൾ വരുന്നുവോ അപ്പോൾ ഞാൻ ബാധ്യസ്ഥനാണ് നിങ്ങൾക്ക് ഇതിന് തുല്യമായ തുക നൽകാൻ എന്ന് പറയുന്നതിലൊരർത്ഥമുണ്ട്. ഒരു 500 രൂപ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതുപോലെയുള്ള ഒരു കടലാസ് ഇങ്ങോട്ട് നൽകുക എന്ന് പറയുന്നതിന് അർത്ഥമില്ല. 500 രൂപയുടെ ഒരു കടലാസ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ആ നോട്ടിന് ഒരർത്ഥമുണ്ടാകണമെങ്കിൽ 500 രൂപയ്ക്ക് പകരമായിട്ടുള്ള ഒരു സാധനം ഇങ്ങോട്ട് തരാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർക്ക് കഴിയണം. എന്നാൽ ഇന്ന് നോട്ടടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക മന്ത്രാലയവും റിസർവ് ബാങ്കും ചേർന്നുകൊണ്ടുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗം മാത്രമാണ്. അതിൽ കരുതൽ ശേഖരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, മതിയായ അളവിൽ ഉണ്ടായിക്കൊള്ളണമെന്ന് യാതൊരു നിർവാഹവുമില്ല. അപ്പോൾ നാം 100 രൂപ എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന ഈ രൂപ അങ്ങനെ ഇന്ത്യയിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ രൂപകളും ഗവർണറുടെ അടുത്ത് കൊണ്ടുപോയി ഞങ്ങൾക്ക് ഇതിനുള്ള വിഹിതം തരണം എന്ന് പറഞ്ഞാൽ, ഇതിനുള്ള മൂല്യം തരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് ഒരു 6 രൂപയുടെ മൂല്യമോ ഒരു 5 രൂപയുടെ മൂല്യമോ ഒക്കെ തരാനുള്ള വകുപ്പേ ഗവൺമെന്റിനുള്ളൂ എന്ന്. അപ്പൊ ഈ നോട്ടടി സംവിധാനം മുതൽ ഊഹക്കച്ചവടം, സങ്കല്പത്തിലുള്ള ഒന്നിന്റെ കച്ചവടം ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അവിടുന്ന് അങ്ങോട്ട് ബോണ്ടുകളുടെ വ്യാപാരങ്ങൾ,
ഷെയറുകളുടെ വ്യാപാരങ്ങൾ, പലതരത്തിലുമുള്ള നമുക്കൊക്കെ പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായിട്ടുള്ള കച്ചവടങ്ങൾ, ആ കച്ചവടങ്ങളെല്ലാം ഊഹത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കച്ചവടമാണ്. രാജ്യത്ത് ഒരു BJP ഗവൺമെന്റാണ് അധികാരത്തിൽ വരുന്നത് എന്നറിഞ്ഞാൽ നമ്മുടെ ഷെയർ മാർക്കറ്റിന്റെ നില ഒരവസ്ഥയിലായിരിക്കും. കോൺഗ്രസ് ആകുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നു. കോൺഗ്രസിൽ തന്നെ സോണിയാഗാന്ധിയാണ് വരുന്നത് എന്നറിഞ്ഞാൽ നേരെ കീഴ്പോട്ട് വരുന്നു. മൻമോഹൻ സിംഗാണ് വരുന്നത് എന്നറിഞ്ഞാൽ മേലോട്ട് പോകുന്നു. അമേരിക്കയിൽ ഭരണം മാറുന്നു എന്നറിയുമ്പോൾ ഇടിയുന്നു, അല്ലെങ്കിൽ കുത്തനെ മേൽപോട്ട് ഉയരുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണിത്? ആരാണിത് നിശ്ചയിക്കുന്നത്? എവിടുന്നാണ് നിശ്ചയിക്കപ്പെടുന്നത്? കൂടുന്നു എന്ന് പറയുമ്പോൾ എന്താണ് കൂടുന്നത്? കുറയുന്നു എന്ന് പറയുമ്പോൾ എന്താണ് കുറയുന്നത് എന്ന ചോദ്യത്തിന് ഒരു മറുപടിയുമില്ല. ഒരു കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയില്ലാത്ത മൂല്യം എന്താണ് അതിന് വന്നു ചേർന്നിട്ടുള്ളത്? ആ മൂല്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ള ഒരു ഗവൺമെന്റ് വരും. ആ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ കച്ചവടം കൂടുതൽ ചടുലമായി നടക്കും. അങ്ങനെ നടക്കുമ്പോൾ മാർക്കറ്റിൽ ഒരു ഇളക്കമുണ്ടാകും. അപ്പൊ അതിനനുസരിച്ചുള്ള ഉൽപാദനം ഉണ്ടാകും. ആ ഉൽപാദനം ഉണ്ടാകുമ്പോൾ ലാഭം കിട്ടും. ആ ലാഭം കാരണം ഇത് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഷെയറിന് വില കുത്തനെ കൂടുന്നു. പിറ്റേ ദിവസം നേരെ എതിരും സംഭവിക്കുന്നു. അങ്ങനെ നോട്ട് മുതൽ ബോണ്ട് മുതൽ ഷെയർ വരെയുള്ള എല്ലാ സംഗതികളും ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാകുന്നു എന്നുള്ളതാണ് ഈ സാമ്പ്രദായിക സമ്പദ്ഘടനയിൽ വന്നു ചേർന്നിട്ടുള്ളതെങ്കിൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു ഏർപ്പാടുണ്ടാവുകയില്ല. ഒരു സാധനം വിൽക്കണമെങ്കിൽ ആ സാധനം എന്താണ്, അതിന്റെ മൂല്യം എന്താണ് എന്നതിന് വ്യക്തതയുണ്ടായിരിക്കണം, അതിൽ സുതാര്യതയുണ്ടായിരിക്കണം. ഊഹ കച്ചവടമില്ല എന്നതാണ് ഇസ്ലാമിക മൂല്യങ്ങളുടെ, ഇസ്ലാമിക സമ്പദ്ഘടനയുടെ രണ്ടാമത്തെ പ്രത്യേകത എന്നുള്ളത്. ഇസ്ലാമിക സമ്പദ്ഘടനയുടെ മൂന്നാമത്തെ പ്രത്യേകത അത് പലിശ മുക്തമാണ് എന്നുള്ളതാണ്. പലിശ മുക്തമാണ് എന്നുള്ളതാണ്. ഈ പലിശയോടുള്ള ഇസ്ലാമിന്റെ യുദ്ധപ്രഖ്യാപനം എത്ര കഠിനമാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ചിന്തിച്ചാൽ എന്തിനാണ് അള്ളയും റസൂലും കൂടി കൂടിയിട്ട് ഈ പലിശയോട് ഇങ്ങനെ യുദ്ധം പ്രഖ്യാപിച്ചത് എന്ന് നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത് തന്നെ കേൾക്കൂ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വദറൂ മാ ബഖിയ മിനർ റിബാ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അവശേഷിക്കുന്ന പലിശ കൂടി നിങ്ങൾ ഉപേക്ഷിക്കണം. അവശേഷിക്കുന്ന പലിശ കൂടി നിങ്ങൾ ഉപേക്ഷിക്കണം. ഫഇല്ലം തഫ്അലൂ, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഫഅ്ദനൂ ബിഹബ്ബിൻ മിനല്ലാഹി വറസൂലി, അല്ലാഹുവിന്റെയും റസൂലിന്റെയും യുദ്ധപ്രഖ്യാപനത്തിന് നിങ്ങൾ കാതോർത്തുകൊള്ളുക. വഇൻ തുബ്തും ഫലക്കും റുഊസു അംവാലിക്കും, പശ്ചാത്താപബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ പശ്ചാത്തപിച്ചിട്ടുണ്ടെങ്കിൽ മൂലധനം മാത്രം നിങ്ങൾക്ക് സ്വീകരിക്കാം. ലാ തദ്ലിമൂൻ വലാ തുദ്ലമൂൻ, നിങ്ങൾ ആരെയും ആക്രമിക്കാൻ പാടില്ല, മറ്റുള്ളവരുടെ ആക്രമണത്തിന് വിധേയമാകണം എന്നതിനർത്ഥവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയാണ്. പലിശ തിന്നുന്നവരും തീറ്റുന്നവരും അതെഴുതുന്നവരും അതിന് സാക്ഷി നിൽക്കുന്നവനും അള്ളാഹുവിന്റെ ശാപത്തിന് പാത്രമായവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. പലിശ ധാരാളം ഇനങ്ങളുണ്ടെന്നും അതിലേറ്റവും ചെറിയ ഇനം, നിരുപദ്രവകരമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഇനം സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ ചിത്തയാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ മാത്രം ഈ പലിശക്കെന്തുണ്ട് കുഴപ്പം എന്ന് പലപ്പോഴും നമ്മളൊക്കെ ആലോചിച്ചു പോയിട്ടുണ്ട്. പലിശയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വിവരിക്കുന്നത് രണ്ട് സംഗതികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ഒന്നാമത്തത് സദഖ
അല്ലെങ്കിൽ സക്കാത്ത്, ദാനധർമ്മങ്ങൾ, പലിശ. പലിശ എന്ത് ദൗത്യം നിർവഹിക്കുന്നു? ദാനധർമ്മങ്ങൾ എന്ത് ദൗത്യം നിർവഹിക്കുന്നു? ദാനധർമ്മം ഏത് ദൗത്യമാണോ നിർവഹിക്കുന്നത് അതിന്റെ നേരെ വിരുദ്ധമായ ദൗത്യമാണ് പലിശ നിർവഹിക്കുന്നത്. യംഹഖുല്ലാഹു റിബ വയുർബിസ് സദഖാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശയെ മായ്ച്ചു കളയുന്നു, തുടച്ചു കളയുന്നു, തീർത്തും ഇല്ലാതാക്കി കളയാൻ ആഗ്രഹിക്കുന്നു. വയുർബിസ് സദഖാത്ത്, ചാരിറ്റിയെ, ദാനധർമ്മങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യും. അതിനെന്താണ് കാരണം? പലിശ എന്നാൽ ഇല്ലാത്തവനിൽ നിന്ന് ധനം ഉള്ളവനിലേക്ക് ഒഴുകുന്ന ഒരു രീതിയാണ്. ഇത് പ്രകൃതി വിരുദ്ധമായ ഒഴുക്കാണ്. എന്റെ കയ്യിൽ 100 രൂപ ഉണ്ടാകുമ്പോഴാണ് 100 രൂപ ഇല്ലാത്ത നിങ്ങൾക്ക് ഞാൻ കടം തരുന്നത്. എന്റെ കയ്യിൽ 100 രൂപയുണ്ട്, നിങ്ങളുടെ കയ്യിൽ 100 രൂപയില്ല. ഒരു കൊല്ലം കഴിയുമ്പോൾ 110 രൂപ ഞാൻ ഇങ്ങോട്ട് വാങ്ങുന്നുവെങ്കിൽ ഇല്ലാത്ത നിങ്ങളിൽ നിന്നാണ് 10 രൂപ ഞാൻ അധികം ഇങ്ങോട്ട് വാങ്ങുന്നത്. 100 രൂപ ഉണ്ടായിരുന്ന ഈ ഞാൻ 110 രൂപയുടെ ഉടമയായി. നിങ്ങൾ ആ 100 രൂപ നിങ്ങൾ നേരത്തെ തന്നെ ഇല്ലാത്തവനാണ്, ഇപ്പോൾ 10 രൂപക്ക് നിങ്ങൾ കടക്കാരനുമായി എന്നർത്ഥം. അപ്പൊ ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളവനിലേക്ക് സമ്പത്ത് വലിച്ചുകൂട്ടുന്ന ഒരു പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഏർപ്പാടാണ് പലിശ എന്ന് പറയുന്നത്. എന്നാൽ ഉള്ളവനിൽ നിന്ന് ഇല്ലാത്തവനിലേക്ക് ഒഴുകി വരുന്നതിനുള്ള ഒരു സ്വാഭാവിക പ്രക്രിയയാണ് സ്വതക്ക അല്ലെങ്കിൽ സകാത്ത് എന്ന് പറയുന്നത്. നമ്മുടെ കടപ്പുറത്ത് ഒരാളുടെ കുടിൽ കത്തിപ്പോയി. 1 സെന്റ് സ്ഥലത്ത് മാത്രമുള്ള ഒരു ചെറു കുടിലായിരുന്നു. എങ്കിൽ നമ്മുടെ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകരൊക്കെ അവിടെ എത്തും. ഉടനെ യോഗം കൂടി ഓരോരുത്തരും ഞാൻ 10 എടുക്കാം, മറ്റവൻ 5000 എടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് കൂടി ഇനി ഗൾഫിലുള്ള കുറച്ച് കുട്ടികൾക്ക് കത്തയക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? കുറച്ച് കാശ് സ്വരൂപിക്കും. എന്നിട്ട് ഇനി കുടിൽ കെട്ടിയാൽ പോരാ, ഒന്നുകിൽ ഓടിട്ട് കൊടുക്കണം അല്ലെങ്കിൽ വാർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് പണി നൽകും. ഇവിടെ സക്കാത്തിന്റെ വികാരം, സദഖയുടെ വികാരമാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ നമ്മൾ യോഗം കൂടി വരുമ്പോഴേക്കും ബാങ്കിന്റെ പ്രതിനിധി അവിടെ എത്തിയിട്ടുണ്ടാകും. അദ്ദേഹം എത്തിക്കൊണ്ട് പറയും, നിങ്ങൾക്ക് പറ്റുന്ന ഒരു സ്കീം നമ്മുടെ കയ്യിലുണ്ട്, 60,000 രൂപ നിങ്ങൾക്ക് കടം തരാനുള്ള ഏർപ്പാടുണ്ട്, അതിൽ ഇത്ര ലളിതമായ രൂപത്തിലാണ് ഞങ്ങൾ പലിശ ഈടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആധാരം അവിടെ വാങ്ങിവെക്കുകയും കാശ് കൊടുക്കുകയും ചെയ്യും. ക്രമേണ ഈ സ്ഥലം ബാങ്കിൻ്റെതായി മാറുകയും ചെയ്യും. ഈ ഒരു സംഗതി ധനികനിൽ നിന്ന് ദരിദ്രനിലേക്ക് കാശ് ഒഴുകി വരുന്നതിനെ സകാത്തെന്നും അല്ലെങ്കിൽ സ്വതക്കയെന്നും, ദരിദ്രനിൽ നിന്ന് ധനികനിലേക്ക് കുന്നുകൂടുന്നതിനെ പലിശ എന്നും പറയുന്നു. അതുകൊണ്ടാണ് എന്ന് വളരെ ലഘുവായ രൂപത്തിൽ ഈ ദ്വന്ദ്വത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മാത്രമല്ല അല്ലാഹു മറ്റൊരു വിശദീകരണവും കൂടി പറയുന്നുണ്ട്. വമാ ആതൈതും മിൻ റിബ ലിയർബു ഫീ അംവാലിൻ നാസ് ഫലാ യർബു ഇൻദല്ലാഹ്. റിബ എന്ന വാക്കിന്റെ അർത്ഥം വളർച്ച എന്നാണ്. നിങ്ങൾ പലിശ കൊടുക്കുന്നതും വാങ്ങുന്നതും വളർച്ചയുണ്ടാകാൻ വേണ്ടിയാണ്. പക്ഷേ നിങ്ങൾ വളർച്ചയുണ്ടാകാൻ വേണ്ടി നൽകുന്ന പലിശ യഥാർത്ഥത്തിൽ അത് വളരുന്നില്ല. യഥാർത്ഥത്തിൽ അത് വളരുന്നില്ല, അല്ലാഹുവിങ്കിൽ അത് വളരുന്നില്ല. എന്നാൽ വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ്, നിങ്ങൾ നൽകുന്ന സകാത്ത് ഉണ്ടല്ലോ, ആ സകാത്ത് നിങ്ങൾ നൽകുന്നത് സമ്പദ്ഘടനയിൽ വളർച്ചയുണ്ടാകാനൊന്നുമല്ല. നിങ്ങൾ വളരുന്നത്, നിങ്ങൾ അത് നൽകുന്നത് അല്ലാഹുവിങ്കിൽ നിന്ന് കൂലി കിട്ടാൻ വേണ്ടിയാണ്. പക്ഷെ അല്ലാഹുവിങ്കിൽ നിന്ന് കൂലി കിട്ടാൻ വേണ്ടി നിങ്ങൾ നൽകുന്ന സകാത്ത്, ആ സകാത്ത് നൽകുന്നവർ ഫഉലൈക ഹുമുൽ മുളഇഫൂൻ, അവർ സമ്പദ്ഘടനയെ ഇരട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരാണ് സമ്പദ്ഘടനയെ സജീവമാക്കി നിലനിർത്തുന്നത് എന്നർത്ഥം. ഇതൊരു മനോഹരമായ വിശദീകരണമാണ്. റമളാനിന്റെ അവസാനത്തെ 10 കോഴിക്കോട് പട്ടണത്തിൽ എന്ത് മനോഹരമായ കാഴ്ചയാണ്.
കച്ചവടക്കാർക്കൊക്കെ എന്ത് ആനന്ദമാണ്. ഈ സ്ട്രീറ്റ് കച്ചവടക്കാർക്ക്, ഫുട്പാത്ത് കച്ചവടക്കാർക്ക്, ചെറിയ ചെറിയ കച്ചവടക്കാർക്ക് വരെ റമദാനിലെ അവസാനത്തെ 10 വളരെ സന്തോഷമാണ്. കാരണം കുറച്ച് കാശിന്റെ കച്ചവടം ഇവിടെ നടക്കും. ഈ ചലനം എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ ഉണ്ടാകുന്നത്? ഒരിക്കലും വ്യവസ്ഥാപിതമല്ലാത്തതാണ് സക്കാത്ത് ഇന്നത്തെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് നമുക്കറിയാം. അതൊരു തരം ചക്കാത്താണ്. ആ ചക്കാത്തായി 100 രൂപയോ 50 രൂപയോ 1000 രൂപയോ ഒരാളുടെ കയ്യിൽ വരുമ്പോൾ അത് കിട്ടുന്നത് വളരെ ദരിദ്രനാണ് എന്നതുകൊണ്ട് അയാൾ പല പീടികയിലും കയറുകയാണ്. ഒരു 60 രൂപയുടെ ചെരുപ്പ് വാങ്ങും, ഒരു 35 രൂപയുടെ ബനിയൻ വാങ്ങും. അങ്ങനെ ഓരോ സാധനവും പലയിടങ്ങളിൽ നിന്നും വാങ്ങിയിട്ട് അയാൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഈ സഞ്ചരിക്കുമ്പോൾ ഈ 500ന്റെ നോട്ട് ഒരാളുടെ, ഒരു മുതലാളിയുടെ പെട്ടിയിൽ കെട്ടിപ്പൂട്ടി വെക്കുന്നത് പോലെ അല്ല അത്. ആ 500 രൂപ സാധാരണക്കാരിൽ എത്തുന്നതോടുകൂടി അത് ചലനാത്മകമായിട്ടുള്ള 500 രൂപയായി മാറുന്നു. ആളിൽ ക്രയശേഷി വർദ്ധിപ്പിക്കുന്നു. കയ്യിൽ കാശില്ലാത്തവന്റെ കീശയിൽ കാശ് കൊണ്ടുപോയി ഇട്ടുകൊടുത്തുകൊണ്ട് നീ വാങ്ങ് എന്ന് പറയുന്നു. ആ കാശ് സമ്പന്നന്റെ കയ്യിൽ ഇരിക്കുന്നതിനേക്കാൾ ഉപയുക്തതയുള്ള, യൂട്ടിലിറ്റിയുള്ള ഒരു കാശായി മാറുന്നു എന്നാണ്. ഈ ഒരു സമ്പ്രദായമാണ് സമ്പദ്ഘടനയെ ഇരട്ടിപ്പിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ വർധനവുണ്ടാകണമെന്ന് വിചാരിച്ചു നൽകുന്ന പലിശ യഥാർത്ഥത്തിൽ സാമ്പത്തിക വർധനവുണ്ടാക്കുന്നില്ല. എന്നാൽ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം നിങ്ങൾ ഉദ്ദേശിച്ച് നൽകിക്കൊണ്ടിരിക്കുന്ന സക്കാത്താകട്ടെ അത് സമ്പദ്ഘടനയെ ഇരട്ടിപ്പിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അപ്പൊ ചാരിറ്റിയുമായി അഥവാ സദഖയുമായി ഏറ്റുമുട്ടുന്ന ഒരു ഭാഗം, എതിരിടുന്ന ഒരു ഭാഗമാണ് ഇവിടെ അവതരിപ്പിച്ചതെങ്കിൽ അള്ളാഹു കുറെ കൂടി വ്യക്തതയോടുകൂടി ഒരു കാര്യം പറയുന്നുണ്ട്. ചില ആളുകൾക്ക് പലിശയും കച്ചവടവും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. കച്ചവടവും പലിശയും തമ്മിലുള്ള വ്യത്യാസം ആളുകൾക്കറിയില്ല. അവർ ചോദിക്കുന്നത്, നിങ്ങൾ കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കുന്നു, ഞാൻ പലിശക്ക് കൊടുത്ത് ലാഭം ഉണ്ടാക്കുന്നു, എന്താ അതിൽ വ്യത്യാസം? നിങ്ങൾ 1000 രൂപ ചെലവഴിച്ചു, ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ 1200 നിങ്ങൾക്ക് കിട്ടി. ഞാൻ 1000 രൂപ ചെലവഴിച്ചു, എനിക്ക് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ 1010 രൂപ കിട്ടി. നിങ്ങളും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു, നിങ്ങൾക്ക് ലാഭം കിട്ടുന്നു, എനിക്കും ലാഭം കിട്ടുന്നു. ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് പലിശ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ചോദിക്കുന്നു. പക്ഷേ അല്ലാഹു വളരെ ലളിതമായി പറയുന്നു, വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അല്ലാഹു സുബ്ഹാനഹു വ തആല കച്ചവടത്തെ ഹലാലാക്കിയിരിക്കുന്നു, എന്നാൽ പലിശയെ ഹറാമാക്കിയിരിക്കുന്നു. ഈ വ്യത്യാസം മനസ്സിലാകാത്ത സമൂഹങ്ങൾ അവർക്ക് ഈ ഭൂമിയിൽ നിലനിൽപ്പില്ല എന്ന് അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. അല്ലദീന യഅ്കുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഹബ്ബതുഹു ശൈത്താനു മിനൽ മസ്. പലിശ തിന്നുന്നവരായ ആളുകൾ പിശാച് ബാധയേറ്റവൻ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ അല്ലാതെ എഴുന്നേറ്റ് നിൽക്കുകയില്ല. ഇത് പരലോകത്ത് അവർ വരുന്ന അവസ്ഥയെ സംബന്ധിച്ച് പറയുന്നതാണ്. എന്നാൽ പരലോകത്തേക്ക് മാത്രമല്ല ഇത് പറയുന്നത്. പിശാച് ബാധയേറ്റവനെ പോലെയായിരിക്കും ഈ പലിശ തിന്നുന്നവന്റെ അവസ്ഥ. കാരണം പലിശ തിന്നുന്നവനിൽ നിന്ന് നേരത്തെ തന്നെ മൂല്യങ്ങളെല്ലാം ചോർന്നുപോയിരിക്കും, ആർത്തി പൂണ്ടവനായിരിക്കും. അത് കിട്ടാൻ വേണ്ടി അവൻ നെട്ടോട്ടമോടും. അതെവിടെയെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവന് വിരളി പിടിക്കും. പഴയ കാലത്ത് നാടകങ്ങളിൽ, ഇക്കാലത്ത് ഫിലിമുകളിൽ ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പലിശക്കാരന്റെ മനോഭാവവും അയാളുടെ ബോഡി ലാംഗ്വേജും നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഈ ഖുർആനിലെ ആയത്ത് വളരെ വ്യക്തമായി ബോധ്യപ്പെടും. അല്ലദീന യഖൂലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഹബ്ബതുഹു ശൈത്താനു മിനൽ മസ്. ഇത് വ്യക്തികൾക്ക് മാത്രം സംഭവിക്കുന്നതല്ല. ഈ പിശാച് ബാധയേറ്റവനെ പോലെ സ്ഥിരസ്ഥായി സ്വഭാവമില്ലാത്ത ഈ അവസ്ഥ സമ്പദ്ഘടനക്കും സാമൂഹ്യ ഘടനയ്ക്കും വരെ ബാധകമായിട്ടുള്ള കാര്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം?
ذلك بأنهم قالوا إنما البيع مثل الربا. അവർ പറഞ്ഞത് എന്താണ്? അവരുടെ തത്വശാസ്ത്രം എന്താണ്? കച്ചവടവും പലിശ പോലെ തന്നെയാണ്. കച്ചവടം ഒരു സമൂഹത്തിൽ നിലനിൽക്കാമെങ്കിൽ പലിശയും ഒരു സമൂഹത്തിൽ നിലനിൽക്കാമെന്ന തെറ്റായ സൂത്രവാക്യമാണ് അവർ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. ആ സൂത്രവാക്യമാണ് അവരുടെ സമ്പദ്ഘടനയെ നയിച്ചത്. എങ്കിൽ അവരിലെ വ്യക്തികളും അവരിലെ സമ്പദ്ഘടനയും ഈ പിശാചബാധ ഏറ്റവനെ പോലെ ആവുകയല്ലാതെ ഒരു നിവൃത്തിയുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? എവിടുന്നാണ് പലിശാധിഷ്ഠിതമായ വ്യവസ്ഥ അസ്ഥിരമായി തീരുന്നതും പലിശ മുക്തമായിട്ടുള്ള വ്യവസ്ഥ സ്ഥിര സ്വഭാവമുള്ളതായി തീരുന്നതും എന്ന് കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ പഠിച്ചു നോക്കേണ്ടതാണ്. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ അടുത്തുള്ള വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരുമാറാകട്ടെ. പലിശയുടെ ഒരംശവും വയറിലേക്ക് ഇറങ്ങിപ്പോകാതെ നമ്മെയും നമ്മുടെ മക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും.